പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ, ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. പണ്ട് 2 മാറ്റല്ലേ, രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിയുടെ ഭാഗമായുള്ള റോഡ് പുഴപ്പാലം നിർമ്മാണത്തിനായി ഡിസൈനിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി സബ് സോയിൽ ബോറിംഗ് ടെസ്റ്റ് ജനുവരി 21 ആരംഭിക്കുന്നു. ഇതിന് മുന്നോടിയായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. സംസ്ഥാന ഹൈവേ 22 കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ ഏറ്റവും തിരക്കേറിയ പട്ടണങ്ങളിലൊന്നായ വടക്കാഞ്ചേരി ഓട്ടുപാറ ടൗണുകളിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കി യാത്രാദുരിതം പരിഹരിച്ചുകൊണ്ട് ദീർഘദൂര യാത്രയും പട്ടണത്തിലെ യാത്രയും സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതി ഡിസൈൻ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. കിഫ്ബി മുഖേന നടപ്പിലാക്കുന്ന നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായ ടോപ്പോഗ്രാഫിക്കൽ സർവേ നടത്തി അലൈൻമെന്റ് അംഗീകാരത്തിനായി PWD ഡിസൈൻ വിഭാഗം മുഖേന സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നിർദ്ദിഷ്ട പാതയിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള വാഹന സാന്ദ്രത പഠിക്കുന്നതിന് നിലവിലുള്ള റോഡിലെ ട്രാഫിക് സ്റ്റഡി നടത്തി ആയതിന്റെ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. പ്രസ്തുത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡിസൈൻ വിഭാഗത്തിന് ആവശ്യമായ ഡാറ്റ ലഭ്യമാക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ മണ്ണിന്റെ ഘടനയും പാറയുടെ സാന്നിധ്യവും ദൃഢതയും പരിശോധിക്കുന്നതിനാവശ്യമായ സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. നിശ്ചയിക്കപ്പെട്ട 32 പോയിന്റുകളിൽ നടത്തുന്ന സോയിൽ ടെസ്റ്റ് ജനുവരി 21 ചൊവ്വാഴ്ച അകമലയിൽ ആരംഭിക്കും. ഇതിനായി ടെൻഡർ കരാർ നടപടികൾ PWD ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമായ RIQCL മുഖേന പൂർത്തീകരിച്ച് കോൺട്രാക്ട് ഏജൻസിയായ JP കൺസ്ട്രക്ഷൻസ് സോയിൽ ടെസ്റ്റ് ആരംഭിക്കുകയാണ്. 6.33 ലക്ഷം രൂപയാണ് സോയിൽ ടെസ്റ്റ് പ്രവൃത്തിയുടെ ചെലവ്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് തെക്ക് ഭാഗത്തായി കരുതക്കാട് നിന്നാരംഭിച്ച് 5.586 കിലോമീറ്റർ ദൂരത്തിലും 23 മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. അകമല പട്ടാണിക്കാട് കാട്ടിലെ ഗേറ്റ് ഭാഗത്ത് റെയിൽവേ മേൽപ്പാലം വഴിയാണ് ബൈപ്പാസ് റോഡ് സംസ്ഥാന പാതയിലേക്ക് ചേരുന്നത്. റെയിൽവേ ഭാഗത്ത് നടത്തേണ്ട ഈ നിർമ്മാണ പ്രവർത്തനം 2024 ആഗസ്റ്റിൽ KRDCL മുഖേന സോയിൽ ടെസ്റ്റ് നടത്തിയതിനെ തുടർന്ന് റെയിൽവേക്ക് സമർപ്പിക്കാനുള്ള മേൽപ്പാലത്തിന്റെ GAD തയ്യാറാക്കുന്ന പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. 7.1 ലക്ഷം രൂപയാണ് ഈ പ്രവൃത്തിയുടെ ചിലവ്. 5.2 ലക്ഷം രൂപ ചിലവിലാണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇപ്പോൾ ആരംഭിക്കുന്ന സോയിൽ ടെസ്റ്റ് പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ബൈപ്പാസ് ഡിസൈൻ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ എന്നും ROB നിർമ്മാണത്തിന് റെയിൽവേയുടെ അനുമതി ലഭ്യമാകണമെന്നും സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. ഡിസൈൻ ഘട്ടം പൂർത്തിയായതിനു ശേഷം ബാധിക്കപ്പെടുന്ന കെട്ടിടങ്ങൾ, ഭൂമി, കൃഷിഭൂമി മറ്റുള്ളവ എല്ലാം സംബന്ധിച്ച സമഗ്രമായ പഠനം നടത്തിയതിനു ശേഷം സാമൂഹ്യ പാരിസ്ഥിതിക ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് സമഗ്രമായ ചർച്ച എല്ലാ വിഭാഗങ്ങളുമായും നടത്തുമെന്നും MLA അറിയിച്ചു. ഈ ഘട്ടത്തിൽ നടക്കുന്ന സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും പിന്തുണ നൽകണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു. സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റ് ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി അകമലയിൽ ചേർന്ന യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. അധ്യക്ഷനായ സേവ്യർ ചിറ്റിലപ്പള്ളി MLA പദ്ധതി വിശദീകരിച്ചു. ജനപ്രതിനിധികളും തദ്ദേശവാസികളും ചർച്ച ചെയ്തു.
പൊതുമരാമത്ത് വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമായ RIQCയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബെന്നി തോമസ് മറുപടി പറഞ്ഞു. യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാരായ KU പ്രദീപ്, AD അജി, ഷീല മുരളി, ബുഷറ റഷീദ്, നഫീസ നാസർ അലി, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ MR സോമനാരായണൻ, മുൻ നഗരസഭാ കൗൺസിലർ VP മധു, സേതുമാധവൻ, അജിത് മല്ലയ്യ, MJ ബിനോയ്, TR രജിത്ത്, ജിതിൻ ജോസ്, KP മദനൻ, RIQCL ഓവർസിയർ AH മജീദ്, JP കൺസ്ട്രക്ഷൻസ് പ്രതിനിധി ആൽഫിൻ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ യോഗത്തിന് നന്ദി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.